കോഴിക്കോട് പൂളാടിക്കുന്ന് ഗ്രാമത്തിലെ ബോക്സിംഗ് പരിശീലനത്തിനായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ്. പൂളാടിക്കുന്നിൽ പരിശീലകർക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ല എന്ന വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ്. രാജ്യാന്തര നിലവാരത്തിൽ ഒരു ബോക്സിംഗ് റിംഗ് എന്നതാണ് പരിശീലകരുടെ ആവശ്യം. ന്യൂസ് മലയാളം വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നും കായിക മന്ത്രി പ്രതികരിച്ചു. അല്ലാതെ കഴിഞ്ഞ ദിവസം ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ചൊരു അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കും. ഓരോ ദിവസവും ഒരുപാട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെയാണ് കായിക വകുപ്പിനെ സംബന്ധിച്ച് എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത്, എവിടെയൊക്കെയാണ് ഇത്തരം മത്സരങ്ങൾ നടക്കുന്നത്, പിന്നെ വലിയ രീതിയിൽ കായിക താരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളത്, ഇതിനൊക്കെ ഒരു ഒരു മാപ്പിംഗ് നടത്താൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് എവിടെയൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുക അതുകൂടി പരിശോധിച്ച് അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കും. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, എന്തായാലും ന്യൂസ് മലയാളം വാർത്തയിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അവർക്ക് മികച്ച സൗകര്യം ലഭ്യമാവുകയാണെങ്കിൽ രാജ്യാന്തര തലത്തിലേക്ക് ഉയരാവുന്ന താരങ്ങൾ അവിടെ നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ മന്ത്രി നൽകുന്ന ഉറപ്പ്? സ്വാതി പറഞ്ഞതുപോലെ തന്നെയാണ് ദേശീയ അന്തർദേശീയ തലത്തിൽ നിരവധി താരങ്ങളെയും നിരവധി മെഡലുകളും സമ്മാനിച്ചതാണ് കോഴിക്കോട് പൂളാടിക്കുന്നിലെ ബോക്സിംഗ് ഗ്രാമം തയ്യാറാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് പുത്തലത്ത് രാഘവൻ എന്ന വ്യക്തി അദ്ദേഹം ബോക്സിംഗ് പഠിക്കുകയും പിന്നീട് ആ ഗ്രാമത്തിലുള്ള ആളുകളെ എല്ലാവരെയും തന്നെ ബോക്സർമാരാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ചരിത്രമായിരുന്നു അതിനുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ അവർ പരിശീലനം നടത്തിയിരുന്നത് അദ്ദേഹം തന്നെ തയ്യാറാക്കി അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രൗണ്ടിലൊക്കെ ആയിരുന്നു. പിന്നീട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആ സ്ഥലമൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ പുത്തലത്ത് രാഘവൻ അദ്ദേഹം ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് ശിഷ്യന്മാരാണ് ഇപ്പോൾ ഈ അക്കാഡമി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ പരിശീലനം നടക്കുന്നത് കോർപ്പറേഷന്റെ ഗ്രൗണ്ടിലാണ്. അവർ പരിശീലനം നടത്തുമ്പോഴാണെങ്കിലും കൃത്യമായിട്ടുള്ള റിങ്ങുകളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു റിംഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മികച്ച രീതിയിൽ പരിശീലനം നടത്താനും കുറച്ചും കൂടി മികച്ച രീതിയിൽ ഈ കായിക താരങ്ങളെ ഉയർത്തിയെടുക്കാനും കഴിയും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ തന്നെ ഇവർ ഈ പരിശീലനം നടത്തുമ്പോഴും വലിയ രീതിയിൽ മെഡലുകൾ കരസ്ഥമാക്കാനും മികച്ച താരങ്ങളെ വാർത്തെടുക്കാനും അവർ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മികച്ച രീതിയിലുള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇനിയും നിരവധി മെഡലുകൾ വാരിക്കൂട്ടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. നമ്മൾ അവിടെ പോയി കാണുമ്പോൾ അന്ന് നല്ല മഴ പെയ്യുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ പോലും അവർ ആ മഴയത്ത് ഒരു സൗകര്യങ്ങളില്ലാതെ പരിശീലിക്കുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയ മുറിയിലേക്ക് അവരുടെ പരിശീലനം മാറ്റേണ്ട സാഹചര്യം വരുന്നു. പെൺകുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നതുമായിട്ടുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ അവിടെ പരിശീലനത്തിനുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഡ്രസ്സ് മാറുന്നതിനാവശ്യമായിട്ടുള്ള ഗ്രീൻ റൂമുകളില്ല. അങ്ങനെ വലിയ പ്രതിസന്ധി അവർക്ക് നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും അവർ ബോക്സിങ്ങിനോടുള്ള പാഷൻ വിടുന്നില്ല, പരിശീലനം അവസാനിപ്പിക്കുന്നില്ല, നിർത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല സ്ത്രീകൾക്ക് ആദ്യമായി ബോക്സിംഗ് പരിശീലനം കേരളത്തിൽ നൽകിയതും ഇതേ പൂളാടിക്കുന്ന് ബോക്സിംഗ് അക്കാഡമിയാണ്. അത് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി കേരളത്തിൽ നിന്നും ഒരാൾക്ക് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്നതും അതും പൂളാടിക്കുന്ന് ഗ്രാമത്തിൽ നിന്നും പുത്തലത്ത് രാഘവൻ തയ്യാറാക്കി വിട്ട ഒരു ബോക്സർക്കായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് പൂളാടിക്കുന്ന്. അപ്പോൾ അവർക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു റിംഗും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ വാർത്ത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായിട്ട് അതിൽ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് മന്ത്രി നൽകുന്നത്. സ്വാതി.